ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വന്യനായ കോർപ്പിസ്കോപ്പാച്ചൻ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, രണ്ട് കാര്യങ്ങളാണ് വളരെ പ്രധാനമായി നമുക്ക് ചിന്തിക്കുവാനുള്ളത്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആലയത്തിൻ്റെ, ഈ സെമിനാരിയുടെ സ്ഥാപകനായ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് രണ്ടാമൻ്റെ അല്ലെങ്കിൽ ദിവനാസിയോസ് അഞ്ചാമൻ്റെ ഓർമ്മ ദിനം സഭ ആചരിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് കമ്പിവാചകത്തിൽ ചില കാര്യങ്ങൾ മാത്രം പറയാം. ഒന്നാമത്, അദ്ദേഹം സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. എന്താണ് ഞാനെന്ന് പറയുന്നത് വെച്ചാൽ വെറുതെ വിപ്ലവമായി പറയുന്നതല്ല. പരിമള തിരുമേനി അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്തയുടെ കൽപ്പനപ്രകാരം ഇവരെല്ലാവരും കൂടെ 250 പള്ളിക്കൂടങ്ങളാണ് സ്ഥാപിച്ചത്. പള്ളിയോട് ചേർന്ന കൂടങ്ങൾ എന്ന അർത്ഥത്തിലാണ് പള്ളിക്കൂടങ്ങൾ ഉണ്ടായത്. ഇന്നിപ്പം നമുക്ക് പള്ളി എന്നൊക്കെ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്ക് പറഞ്ഞ ചർച്ച് എന്ന് പറയണം. ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഉറക്കം വരത്തില്ല. അതുകൊണ്ട് പള്ളി മറ്റു പലരും അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് ഓർത്തിരിക്കുന്നത് എല്ലാവർക്കും നല്ലത്. പള്ളിക്കൂടങ്ങൾ വന്നത് പള്ളിയോട് ചേർന്ന് വരും. ഞങ്ങളുടെ മുളന്തുരുത്തി ആ ഭാഗത്തൊക്കെ പല കൂടങ്ങളും ഉണ്ടായിരുന്നതെല്ലാം സർക്കാരും അന്നത്തെ അധ്യാപകരും ഒക്കെ അവരുടേതാക്കി മാറ്റി എന്നത് വേറൊരു കാര്യം. 250 എണ്ണമാണ് ചരിത്രത്തിൽ പറയുന്നത്. അത് കഴിഞ്ഞൊരു പരിഷ്കർത്താവില്ല എന്ന് നിങ്ങൾ അറിയണം. മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് ആത്മീയവുമായും അതുപോലെ സഭയ്ക്ക് പൊതുസ്വത്താണ്ടാക്കുന്നതിലും അദ്ദേഹം വളരെയേറെ ശുഷ്കാന്തി. ഈ സ്ഥലം ഇവിടെ കണ്ടെത്തി, ഇത് വാങ്ങിച്ച് അതിന് പറ്റിയ ആളെ കണ്ടെത്തി ഏൽപ്പിക്കുവാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവാണെന്നുള്ള കാര്യം ഓർക്കുക. രണ്ടാമത്തെ കാര്യമാണ് കഴിവുള്ളവരെ കണ്ടെത്തി യാതൊരു ഈഗോയും കൂടാതെ അവരെ ഏൽപ്പിക്കുക. പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു പരിമളത്തിനും പ്രവർത്തന നിരതനും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെയും വെട്ടിക്കലും ഒക്കെ ഏൽപ്പിച്ചത്. വെട്ടിക്കലെ സ്കൂളൊക്കെ സ്ഥാപിച്ച കാര്യം ചരിത്രത്തിൽ പരിമളത്തിനെ സ്ഥാപിച്ച കാര്യം പറയുന്നുണ്ട്, നമ്മൾ ഓർക്കണം. ചാത്തുര്യത്തിൽ കോർപ്പിസ്കോപ്പ പ്രാർത്ഥനാ മനുഷ്യനാണ്, ദേറാ ജീവിതക്കാരനാണ്, പൊതുപ്രവർത്തകനാണ് എന്നുള്ളത്, സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള നിലയിൽ രണ്ടുപേരെയും കാണേണ്ടവരാണ്. പക്ഷെ നമുക്ക് നേരെ ഉള്ളത് എന്തിനറിയാം? തമ്മിൽ തല്ലായി. ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ തല്ലിക്കോളും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കോളും. സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ നമ്മുടെ പിതാക്കന്മാർ കിട്ടേണ്ട ഓരോരുത്തർ അടിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഇത് നാണമില്ലാതെ നമ്മളൊക്കെ കേൾക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ ഒരു വാക്ക് പ്രയോഗിക്കുന്നതിനോട് നിങ്ങളൊന്ന് തോന്നരുത്. മൂന്നാമതായിട്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുള്ളതായ കാര്യം, മറ്റുള്ളവരെ അംഗീകരിക്കാൻ, പ്രവർത്തന മികവുള്ളവരെ അതാത് മേഖലകളെ അംഗീകരിച്ച് സ്ഥാപിക്കുവാനുള്ള കഴിവ്. പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ കരുതുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് അദ്ദേഹം, അല്ലെങ്കിൽ തെക്കൻ മേഖല മുഴുവനും നവീന പ്രസ്ഥാനത്തിൻ്റെ പുറകെ പോയിരുന്നതിന് പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അതിന് വേണ്ടവരെ ഏൽപ്പിക്കുവാനുള്ള കഴിവുള്ളത്. ചങ്ക് നുറുങ്ങി പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്നാണ് EM ഫിലിപ്പോസ് എഴുതിയിട്ടിരിക്കുന്നത്. ചങ്ക് നുറുങ്ങി പ്രാർത്ഥിക്കുന്നവർ. നമുക്കിപ്പം ഷോയ്ക്കാം, മൈക്കൊക്കെ കിട്ടിയാൽ ഞങ്ങളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കും. അതല്ല, ചങ്ക് നുറുങ്ങിയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങ് ഉയരങ്ങളിൽ എത്തുന്നതാണ്. അത്രമാത്രം പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു അദ്ദേഹം. അഞ്ചാമത്തെ കാര്യം, അനുരഞ്ജനത്തിൻ്റെ കാവലാളായിരുന്നു. ഇവിടെ മലങ്കര മെത്രാപ്പോലീത്തയും മെത്രാച്ചന്മാർ ആഴിക്കാനും ഇവിടുത്തെ പ്രശ്നം തീർക്കുവാനുമായിട്ട് പാത്രക്കേസിനെ കൊണ്ടുവന്നത്. പക്ഷെ അവസാനം എന്ത് പറ്റി? ആ പാത്രക്കേസ് 7 ഭദ്രാസനത്തിൽ ഒന്നിൻ്റെ മുഴുവൻ്റെയും ചുമതലയായിരുന്ന മനുഷ്യനെ പിടിച്ച് ഒന്നിൻ്റെ ആളാക്കി. ഒരു ഭദ്രാസനത്തിൻ്റെ നിങ്ങൾ സഹിക്കുമോ? ഞാൻ സഹിക്കുമോ? പക്ഷേ അദ്ദേഹം സഹിച്ചു സഭയ്ക്ക് വേണ്ടി. ഇത് നമ്മൾ അറിയേണ്ട ഒരു വലിയ സംഗതിയാണ്. 7 എണ്ണത്തിൽ ഒന്നാക്കി തീർത്ത് മുഴുവൻ്റെയും അധിപനായിരുന്നവന്. മാത്രമല്ല, മുടക്ക ഭീഷണിയും വന്നു. പക്ഷേ പരിമള തിരുമേനിയെ ഈ അടുത്തിടെ ആരാണ്ട് ഒരു വീഡിയോ പറഞ്ഞു കേട്ടു. പരിമള തിരുമേനി യഥാർത്ഥ പാത്രക്കേസ് പക്ഷക്കാരനായിരുന്നു. അദ്ദേഹം ഈ പാത്രക്കേസ് ബോംബെയിൽ പോയി കഴിഞ്ഞ് വെട്ടിക്കൽ സിനോദോസ് കൂടിക്കഴിഞ്ഞപ്പോൾ 40 ദിവസം ഉപാസന കൂടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ വലിയ മെത്രാപ്പോലീത്തയോടൊപ്പം ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞ ശബ്ദമാണ് പരിമള തിരുമേനിയുടേത്. വെട്ടിക്കലിരുന്നുകൊണ്ട് എനിക്കത് ശക്തമായി പറയാനായിട്ട് കഴിയും.
അതിൻ്റെ കൂദാശത്തിന് ശേഷമാണ് നടത്തിയതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ വള്ളുവർ എഴുതിയ ഒരു കൃതിയുണ്ട്, അതിനകത്ത് താമരയെക്കുറിച്ച് പറയുന്നുണ്ട്. ഉണ്ണി താമരയ്ക്ക് എന്തോരും പൊക്കം ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നതായിട്ട് പറയുന്നു, തണ്ണിയോളം പൊക്കം. തണ്ണിയോളം പൊക്കം എന്ന് പറഞ്ഞാൽ മനസ്സിലായി, വെള്ളത്തോളം പൊക്കം. വെള്ളം എവിടെ നിൽക്കുന്നുവോ അവിടെ താമര കാണും. വെള്ളം എപ്പം താഴുമോ അതിനെ താഴും. താണു കൊടുക്കാനും ഉയർന്നു കൊടുക്കാനുമുള്ള മനസ്സ്, ഈഗോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യം നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കമ്പിവായത്തിൽ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. രണ്ടാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതായ ഒരു സംഗതി, പലരുടെയും ആശങ്കയും ആവേശവും ഒക്കെ, സങ്കടവും ദുഃഖവും ഒക്കെ ലോകം എപ്പോഴും അവസാനിക്കുമെന്നുള്ളതാണ്. അത് നിങ്ങൾ വെറുതെ, ഈ അടുത്തിടെ ഒരു വീഡിയോ എനിക്ക് എന്താ ടൊർണാഡോ ഏതാണ്ട് വലിയ കൂണ് പോലും വലുതായിട്ട് വന്നു വെച്ചാൽ എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകും. അങ്ങനൊന്നും കർത്താവ് പറഞ്ഞില്ലല്ലോ. കർത്താവ് പറഞ്ഞ എന്താ ഇന്ന് വായിച്ചെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്വർഗത്തിലെ മാലാഹമാരറിയുന്നില്ല, പിതാവല്ലാതെ പുത്രനും അറിയുന്നില്ല. പുത്രൻ അറിയാത്ത ആ കാര്യം ആർക്കാ പിന്നെ അറിയുന്നത്? പുത്രനേക്കാൾ വലിയ ആരാ ഈ ആത്മീയക്കാരനുള്ളത്? രാത്രി സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞ് വെറുതെ ആദിയും വിഷമവും ബുദ്ധിമുട്ടും ഉണ്ടാക്കാനാണ്. അതിൻ്റെ പുറകെ നിങ്ങൾ ആരും പോകരുത്. ഇത് പലരുടെയും മനസ്സിൽ നിന്ന് ഉള്ളത് കൊണ്ടുമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഉണ്ടാക്കാൻ പറ്റും അവരെ കൊണ്ടൊക്കെ, ഒന്നേ ഉള്ളൂ. എന്താ കാര്യം? ഈ അടുത്തിടെ ഒരു ലേഖനത്തിൽ വായിച്ചു, ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായില്ല. കഴിഞ്ഞ ശനിയാഴ്ച ഭൂകമ്പം ഉണ്ടാവുമെന്ന് വിചാരിച്ചു എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചൊക്കെ പലരും കിടന്നത്. ഞങ്ങളെ പഠിക്കുന്ന കാലത്ത് 2000 വർഷം തികയില്ലെന്നായിരുന്നു. ഗ്രിഗോറി തിരുമേനി ചോദിച്ചു, തിരുമേനി ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയാന്ന്? പേടിക്കേണ്ട കേട്ടോ, കല്യാണം കഴിക്കുന്നവർ കല്യാണം കഴിക്കാം, അതിനൊക്കെയുള്ള അവസരമുണ്ട്. പിതാവ് അറിയാത്ത കാര്യം പുത്രൻ അറിയാത്ത കാര്യം എങ്ങനെ ഇവരൊക്കെ അറിഞ്ഞ്? നിങ്ങൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടെന്ന് പറഞ്ഞു. ഈ ശനിയാഴ്ചയ്ക്കും പലരുടെയും ആവിധി അതായിരുന്നു. പക്ഷേ ജപ്പാനിൽ അതിനേക്കാൾ ഭയങ്കര ഭൂകമ്പം ഉണ്ടായി എന്ന ലേഖനത്തിൽ കിടക്കുന്നത് 33,000 കോടി രൂപയുടെ നഷ്ടം അവർക്കുണ്ടായി. അവർ ടൂറിസ്റ്റ് മേഖല ആയതുകൊണ്ട് അതുപോലെ ഭയങ്കരം 33,000 കോടി രൂപയില്ല നഷ്ടമുണ്ടായി എന്നാണ് അവിടെ പറയുന്നത്. കർത്താവിനാൽ അനുഗ്രഹീതേ, ഇവരുടെ പ്രവചനങ്ങൾ കൊണ്ട് അതേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ വേദോസ്തത്തിൽ നിങ്ങൾ കർത്താവ് കേൾക്കേണ്ടത്, നിങ്ങൾ സൂക്ഷിച്ച് ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. അവസാനം പറയുന്നത് എങ്ങനെയാ? നിങ്ങളോ ഉണർന്നിരിപ്പീൻ, ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെല്ലാവരോടുമാവുന്നു, എന്നോട് നിങ്ങളോടും. ഞാനും നിങ്ങളും ചെയ്യേണ്ടത് നമ്മുടെ ചുമതല ചെയ്ത് ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവന് പണി കൊടുക്കാതെ, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, കള്ളത്തരം പറയാതെ, ദൈവത്തിന് ഹിതകരമില്ലാതെ ചിന്തിക്കാതെ നാം ചെയ്യേണ്ടത് ഉണർന്ന്, അവസാനത്തെ വാക്യം ഒന്നുകൂടി ഞാൻ വായിക്കാം, നിങ്ങളോ ഉണർന്നിരിപ്പീൻ, ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെല്ലാവരോടുമായിട്ടാവുന്നു. ദൈവം തമ്പുരാൻ്റെ ഈ വചനം എല്ലാവരുടെയും മനസ്സിൽ കുറിച്ചിട്ടേക്ക്. ദൈവം തമ്പുരാനെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാവട്ടെ.